ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ ഉത്തരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ശ്രീകണ്ഠൻ നായരെയാണ് ശരിക്കും പറഞ്ഞാൽ ബാൻ ചെയ്യുന്നത്. എന്താണ് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി എന്നുള്ള ബേസിക് നോളജ് പോലും ഇയാൾക്കില്ല. ഇത്രയും വലിയൊരു നോൺസെൻസ് ആ ഒരു പരിപാടിക്ക് വന്നത് എത്ര കോൺഫിഡൻസോടുകൂടിയാണ് സംസാരിക്കുന്നത്. അയാൾ പറഞ്ഞു വെക്കുന്നത് പെൺകുട്ടികളുടെ ഡ്രസ്സും ഒക്കെ കാണുമ്പോൾ പുരുഷന്മാർക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ അവർക്ക് നേരിട്ട് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് കുട്ടികളെ പോലെ ദുർബലരായ ഇരകളിലേക്ക് അത് വഴിതിരിച്ചു വിടുന്നു. അതായത് ഓഫീസിലെ ദേഷ്യം വീട്ടിൽ വന്ന് തീർക്കുന്നത് പോലെ എന്നൊക്കെയായിരുന്നു ഇയാളുടെ വാദം. ഇനി ഈ തിയറി എന്താണെന്ന് നമുക്ക് നോക്കാം. 1939 ജോൺ ഡോളാർഡും സഹപ്രവർത്തകരും മുന്നോട്ട് വെച്ച് ഈ തിയറി പ്രകാരം ഒരാൾ ഉദ്ദേശിച്ച ഒരു കാര്യം നടക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നിരാശ, അതായത് ഫ്രസ്ട്രേഷൻ, കോപത്തിലേക്കും അക്രമ സ്വഭാവത്തിലേക്കും നയിച്ചേക്കും എന്നായിരുന്നു അവർ കണ്ടെത്തിയത്. എന്നാൽ ഈ തിയറിയെ ലൈംഗിക അതിക്രമങ്ങൾക്കോ കുട്ടികൾക്കെതിരായുള്ള പീഡനങ്ങൾക്കോ അതായത് ചൈൽഡ് സെക്ഷൽ അബ്യൂസിനോ ഉള്ള കാരണമായി ചിത്രീകരിക്കുന്നത് ശാസ്ത്രീയപരമായി മനോരോഗ വിദഗ്ധരുടെ കണ്ടെത്തലുകൾ പ്രകാരം തികച്ചും തെറ്റാണ്. അതായത് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി എന്താണെന്നുള്ളത് തിയറി എല്ലാവരും പഠിച്ചിട്ടുണ്ട്. നല്ല നല്ല സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സക്സസ് ആണ്. തിയറിൻ്റെ വിഷയം എല്ലാവരും ക്ലിയർ ആക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് അങ്ങ് മുന്നോട്ട് പോന്നിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ ആ ഒറ്റ സ്റ്റെപ്പ് അത് ആ ഒറ്റ പ്രോംപ്റ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ പ്രോംപ്റ്റിനെ പറ്റി ചോദിച്ചു, ഇത് ഇവിടെ വർക്കാകുമോ എന്നുള്ളത് അന്വേഷിച്ചു, അത് അവിടെ അവസാനിപ്പിച്ചു. അതിനപ്പുറത്തേക്ക് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അവർ മനസ്സിലാക്കിയ കാര്യം എത്ര മാത്രമാണ്. ഒന്ന്, ഉദ്ദേശിച്ചൊരു കാര്യം നടക്കാതിരിക്കുന്നതാണ് ഫ്രസ്ട്രേഷൻ. സൈക്കോളജിക്കലി ഫ്രസ്ട്രേഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം വിചാരിക്കുന്നു, പ്ലാൻ ചെയ്യുന്നു, ആ ഉദ്ദേശിക്കുന്ന കാര്യം നടത്താൻ പറ്റാത്തതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുള്ളിൽ ഉണ്ടാക്കുന്ന ആ ഡിസ്കംഫർട്ടിനെയാണ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുക. അതിൻ്റെ അളവും നേച്ചറൊക്കെ പലർക്കും പല രീതിയിലായിരിക്കും ഉണ്ടാവുക. ഈ ഫ്രസ്ട്രേഷൻ അഗ്രഷനായിട്ട് പല ആളുകൾക്കും പുറത്തേക്ക് വരും എന്നതാണ് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി പറയുന്നത്. ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ പറയാണ് ആ മനസ്സിലാക്കിയ ആ തിയറി എന്ത് ചെയ്യില്ല, ഒരിക്കലും സെക്ഷൽ ബിഹേവിയറിലേക്ക് ലീഡ് ചെയ്യൂല എന്നുള്ളതാണ്. അവിടെ നമ്മൾ രണ്ടാമതൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി, സെക്ഷൽ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത് നല്ലൊരു പിയർ റിവ്യൂഡ് പിന്നെ നല്ലൊരു ജേർണലിൽ വന്നതാണ്. ഇദ്ദേഹം തന്നെ ഇതിൽ ഒരുപാട് പഠനങ്ങൾ 12ഓളം പേപ്പേഴ്സ് ഇദ്ദേഹത്തിൻ്റെ മാത്രമുണ്ട് ഒരു 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ. ഈ 2026 ഏകദേശം 54,000 സാമ്പിൾസിൽ ഈ പിന്നെ സെക്ഷൽ ഫ്രസ്ട്രേഷനും സെക്ഷൽ അസോൾട്ടിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ പഠനമുണ്ട്. ഈ വർഷത്തിലുണ്ട്. അപ്പോൾ പിന്നെ അദ്ദേഹം പറയുന്നത് ഒരാൾ സെക്ഷലി ഒരു ഫ്രസ്ട്രേറ്റഡായി നേരെ പോയിട്ട് ആ അഗ്രഷൻ ഒരു കുട്ടീൻ്റെ മേലെ തീർക്കുന്നു, ഇങ്ങനെയൊന്നല്ല. ഒന്നാമത് ഇത് പറയുന്നത് കുട്ടികളുടെ മേലുള്ള അക്രമം എന്നുള്ള നിലക്കല്ല. എന്തുകൊണ്ട് പിന്നെ നിരപരാധികളായ അല്ലെങ്കിൽ പിന്നെ നിരപരാധി എന്നുള്ളതല്ല, ഈ പ്രൊവോക്കേറ്റീവ് വസ്ത്രം ധരിക്കാത്ത ആളുകളിലേക്ക് പോകുന്നു എന്നുള്ളതിന് ഇതൊരു കാരണമായേക്കാം. അതിന് ഈ തിയറി ഒരു കാരണമായേക്കാം. കാരണം ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിന് 3 കാരണങ്ങൾ പറയുന്നുണ്ട്. സെക്ഷൽ ഈ പേപ്പറിൽ പറയുന്നതാണ്. ഒന്ന്, അൺഫുൾഫിൽഡ് സെക്ഷൽ ഡിസയർ ടു ഹാവ് സെക്സ്. അതായത് പിന്നെ ഒരു സെക്ഷൽ ഡിസയർ ഉണ്ട്, പക്ഷേ അത് ഫുൾഫിൽ ചെയ്യപ്പെടുന്നില്ല. അൺഅവൈലബിൾ പാർട്ട്നേഴ്സിൽ അദ്ദേഹം പറയുന്നത് ഒരു പാർട്ട്ണറുമായി സെക്സ് ചെയ്യാൻ ആഗ്രഹിച്ചു, പക്ഷേ ആ പാർട്ട്ണർ അവൈലബിൾ അല്ല. ആ പാർട്ട്ണർ അവൈലബിൾ ആയാൽ വിവാഹം ചെയ്തതോ അല്ലെങ്കിൽ ഒപ്പമുള്ളതോ പാർട്ട്ണറെ പറ്റിയല്ല പറയുന്നത്. അല്ല, അതിന്റെ ബ്രാക്കറ്റിൽ എഴുതുന്നുണ്ട് അത് ഫ്രണ്ട്സ്, കൊലീഗ്സ്. ഇയാളുടെ മനസ്സിൽ പാർട്ട്ണറായിട്ട് ഇമാജിൻ ചെയ്യുന്ന പല ആളുകളും ഇയാളിലേക്ക് അവൈലബിൾ ആയിട്ട് വരുന്നില്ല. അതായത് അതിൽ ഈവൻ സെലിബ്രിറ്റീസ് പറയുന്നുണ്ട്, സ്ട്രേഞ്ചേഴ്സ്, ഇപ്പോൾ നമ്മൾ കാണുന്ന എവിടെയെങ്കിലുമൊക്കെ കാണുന്ന സ്ട്രേഞ്ചേഴ്സ് ഒക്കെ എന്ത് വരുന്നുണ്ട്, ഈ അൺഅവൈലബിൾ പാർട്ട്നേഴ്സിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഇത് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന കാര്യം ഇവിടെ നടക്കുന്നു. ഇയാൾ വിചാരിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നില്ല, ഇയാൾക്ക് ഡിസയർ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഇയാൾ എന്താ പറയുക ആ തരത്തിൽ ഗോൾ സെറ്റ് ചെയ്യുന്നു, ഈ കാര്യം എന്ത് ചെയ്യുന്നില്ല, സംഭവിക്കുന്നില്ല. ഇത് ഫ്രസ്ട്രേഷൻ ആയിട്ട് മാറുന്നു. ഒരിക്കലും വിചാരിക്കരുത് ഫ്രസ്ട്രേഷൻ 3:10 ഉണ്ടാവുന്നു, 3:11 തീരുമാനം എടുക്കുന്നു. ഓക്കെ, ഞാൻ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അഗ്രസീവ് ബിഹേവിയർ കാണിക്കാം, 3:12 പോയിട്ട് അഗ്രസീവ് ബിഹേവിയർ കാണിച്ച് റേപ്പ് ചെയ്യുന്നു. ഇതല്ല സംഭവിക്കുന്നത്. ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകം മനസ്സിലാക്കുക, ഒരു പ്രോംപ്റ്റ് എടുത്ത് ഒരു ആൻസർ കിട്ടി, ആ ആൻസർ വായിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി സ്റ്റഡീസ് വായിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഫ്രസ്ട്രേഷൻ, എങ്ങനെയാണ് ഒരു സൈക്കോളജിക്കൽ പ്രക്രിയ നടക്കുന്നത് എന്നുള്ളത്. മൂന്നാമത് ഇയാൾ പറയുന്നത് പിന്നെ അൺസാറ്റിസ്ഫൈഡ് സെക്ഷൽ ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ ഒരാൾക്ക് പാർട്ട്ണറുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും തരത്തിൽ വിവാഹം കഴിച്ചതോ കഴിക്കാതായിട്ടുള്ള പാർട്ട്ണറുണ്ട്, അതിൽ അയാൾക്ക് സെക്ഷൽ റിലേഷൻ ഉണ്ട്, പക്ഷേ അതിൽ അയാൾ സാറ്റിസ്ഫൈഡ് അല്ല. അവർക്കും എന്തുണ്ടാവും, എന്നിട്ട് ഈ ഫ്രസ്ട്രേഷൻ ഇങ്ങനെയൊക്കെ ഈ 3 കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ ഇയാൾ റിലീസ് ചെയ്യുന്നത്, അതായത് റിലീഫ് സീക്കിങ്, റിവെഞ്ച് സീക്കിങ്, ഇങ്ങനെ 2-3 സ്ഥലങ്ങളിൽ ഇയാളിത് എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. ഈ റിലീഫ് സീക്കിങ് എന്ന് വെച്ചാൽ റിലീഫ് സീക്കിങ്ങിൽ ചിലപ്പോൾ റേപ്പ് വരെ വരാം, അസോൾട്ട് വരാം, ഒക്കെ ഇയാൾ പറയുന്നുണ്ട് ഇയാൾ പഠനത്തിൽ. ഇത് ചിലപ്പോൾ ഡിസ്പ്ലേസ്ഡ് ആയിട്ട് പോകും.
പിന്നെ വേറെ ടാർഗറ്റിലേക്ക് പോകും, വേറെ തന്നെ സംഗതികളിലേക്ക്, ഇപ്പോൾ വയലൻസിലേക്ക് പോകും, മാസ് ഷൂട്ടിങ്ങിലേക്ക് പോകും, മാസ് കില്ലിങ്ങിലേക്ക് പോകും. പിന്നെ ഇതിലൊക്കെ ഇയാൾ പറയുന്നുണ്ട് ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ മാസ് ഷൂട്ടിങ് അങ്ങനെയുള്ള സംഗതികളിലേക്കൊക്കെ പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ തിയറിയിൽ പറഞ്ഞു വെക്കുന്നത്. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ആദ്യങ്ങളൊക്കെ പോയി പഠിച്ചൊരു തിയറി ഉണ്ടല്ലോ, കുറേ ആൾക്കാർ തിയറി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറിയാണ് എല്ലാവരും ബേസിക്കലി പഠിച്ചിട്ടുള്ളത്. അത് ബേസിക്കലി ഈ പറയുന്ന എല്ലാ എക്സ്റ്റൻഷനിലേക്കും മനസ്സിലാക്കാൻ പറ്റുന്ന തിയറിയാണ്. അതിൻ്റെ സെക്ഷൽ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള തിയറിയാണ്, ബേസിക് തിയറിയാണ്. അതിൻ്റെ സെക്ഷൽ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ കാര്യം, അഥവാ സെക്ഷൽ അഗ്രഷൻ എന്ന് പറയുന്ന കാര്യം, സെക്ഷൽ ഫ്രസ്ട്രേഷനും അഗ്രഷനായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നത്. അപ്പോൾ അതിലേക്കൂടെ എന്ത് ചെയ്യുക, രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് പഠനം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. സെക്ഷൽ ഫ്രസ്ട്രേഷൻ എങ്ങനെയാണ് സെക്ഷൽ അഗ്രഷനിലേക്ക് എങ്ങനെയാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അവിടെ നമ്മൾക്കിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ തരത്തിൽ പഠിച്ചാൽ ഒന്നുകൂടി ഇപ്പോൾ പഠിക്കാൻ തന്നെ തയ്യാറായാലോ, ആ പഠനം ഒന്നുകൂടി ഈ തരത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നന്നായിരിക്കുന്നതാണ്. ഇനി ബാക്കി എന്താ പറയുക നോക്കാം. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ വ്യക്തമാക്കുന്ന പ്രകാരം ലൈംഗിക അതിക്രമങ്ങളും ചൈൽഡ് അബ്യൂസും അധികാരം സ്ഥാപിക്കൽ, ആധിപത്യം, നിയന്ത്രണം, ഇരകളെ കീഴ്പ്പെടുത്തൽ ഇതൊക്കെ കൊണ്ട് ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളാണ് എന്നാണ്. ബാലപീഡനത്തിന് പിന്നിൽ യഥാർത്ഥ കാരണങ്ങൾ എന്ന് പറയുന്നത് പീഡോഫീലിയ, അതായത് മുതിർന്നവരെക്കാൾ കുട്ടികളോട് മാത്രം തോന്നുന്ന വികൃതമായ ലൈംഗികാകർഷണം. 2, സഹതാപമില്ലായ്മ, അവസരങ്ങൾ മുതലെടുക്കാൻ കിട്ടുന്ന സാഹചര്യങ്ങളെ ഉപയോഗിക്കുക. പിന്നെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ്, ഇതിലൊന്നും തെറ്റില്ല അല്ലെങ്കിൽ കുട്ടി എതിർത്തില്ല, ഇതൊക്കെയായിരിക്കും അവരുടെ കാരണങ്ങളായിട്ട് അവർ പറയുക. അതായത് ചൈൽഡ് അബ്യൂസിൻ്റെ റീസണുകളിൽ പ്രധാനപ്പെട്ട റീസൺ പെഡോഫിലിയാണ്, അല്ലെങ്കിൽ പെഡോഫിലിയുടെ പ്രകൃതങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ഉണ്ടാവും. ആ ഡിസ്റ്റോർഷൻസിൻ്റെ ഭാഗമായിട്ട് ഇതൊന്നും തെറ്റില്ല അല്ലെങ്കിൽ ഇതൊന്നൊരു വിഷയമാക്കേണ്ട കാര്യമല്ല എന്ന് കോഗ്നിറ്റീവ്ലി അയാൾ സ്ട്രക്ചർ ചെയ്യും എന്നൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നമ്മൾ ആക്ച്വലി അവിടെ ബാലപീഡനം എന്ന് പറയുന്ന പീഡോഫീലിയ വേറെ തന്നെ സാധനം, അത് അതിനീ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അത് പിന്നെ പീഡോഫീലിയ എന്നുള്ളത് ഒരു ക്ലിനിക്കലി ഒരു ഡിസോർഡറാണ്, ഒരു മെൻ്റൽ ഡിസോർഡർ. പെഡോഫീലിയെ പറ്റി മനസ്സിലാക്കണം. പെഡോഫൈൽസ് എന്ന് പറഞ്ഞാൽ പെഡോഫീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അവർക്ക് ഈ ഒരാളുടെ ശരീരം അഡൾട്ട് അല്ലാത്ത മെച്ചുവേർഡ് അല്ലാത്ത ശരീരത്തോട് മാത്രം തോന്നുന്നൊരു സ്പെഷ്യൽ അഗ്രഷൻ എന്ന് പറയാൻ കഴിയില്ല, സെക്ഷൽ അട്രാക്ഷനാണ്. ആ അട്രാക്ഷൻ അത് ഒരിക്കലും സൊസൈറ്റിയിൽ അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ടാവും. അതിൽ ഹാംഫുള്ളായിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്, ഭയങ്കര പ്രശ്നമാണ്. എന്നാൽ അറ്റ് ദി സെയിം ടൈം മനസ്സിലാക്കണം, ഈ പെഡോഫിലിക് നേച്ചറിലെ ആളുകളൊക്കെ സെക്ഷൽ അബ്യൂസ്, ചൈൽഡ് അബ്യൂസ് ഒക്കെ ചെയ്യാൻ കാരണമൊക്കെ ആവും. അത് ഭയങ്കര പ്രശ്നമാണ്, മനസ്സിലാക്കണം. പക്ഷെ നമ്മളിവിടെ പറയുന്ന പോയിന്റ് എന്താണ്, ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്താണ്, ഒരു ആ കുട്ടി സെക്ഷലി ഇങ്ങോട്ട് പ്രൊവോക്കേറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വസ്ത്രധാരണം എക്സ്പോസ് ചെയ്യുന്നതുകൊണ്ടാണ് സൗന്ദര്യം കാണിക്കുന്നത് ഒരു ഫാക്ടറായിട്ട്, റേപ്പിനൊക്കെ ഉള്ള ഒരു ഫാക്ടറായിട്ട് വർക്ക് ചെയ്യാം, സൊസൈറ്റിയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ, അപ്പോൾ ഒരു കുട്ടിയുടെ വിഷയത്തിൽ എങ്ങനെയാണ് ഒരു കുട്ടിനെ ഒരാൾ റേപ്പ് ചെയ്യുന്നത്, ഇതൊക്കെ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാമെങ്കിൽ കുട്ടിയെ റേപ്പ് ചെയ്യുന്നതിലേക്ക് എങ്ങനെയാണ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ പറയുന്ന ആൻസറാണ് കുട്ടിയെ റേപ്പ് ചെയ്യുന്നതിലേക്ക് എങ്ങനെയാണ്, പർദ്ദയിട്ട് നടക്കുന്ന സ്ത്രീയെ റേപ്പ് ചെയ്യുന്നതിലേക്ക് എങ്ങനെയാണ്, ചുരിദാറിട്ട് നടക്കുന്ന, ശരീരം മറച്ചടക്കുന്ന, ഫുള്ളി കവേർഡ് നടക്കുന്ന, പ്രായം കൂടിയ, ഇങ്ങനെ കോട്ട് ആൻഡ് കോട്ട് പല കാറ്റഗറികളിലുമുള്ള സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നതിലേക്ക് എങ്ങനെയാണ് പിന്നെ അത് ലീഡ് ചെയ്യുന്നത്. വസ്ത്രമാണ് റേപ്പിൻ്റെ റീസണെങ്കിൽ, ഇവരുടെ ഒന്നും വസ്ത്രം പ്രശ്നമില്ലല്ലോ, അല്ലെങ്കിൽ കുട്ടിയുടെ സൗന്ദര്യം ആ തരത്തിൽ വേറെ അഡൾട്ടിൻ്റെ സൗന്ദര്യം പോലെ പ്രൊവോക്കേറ്റിംഗ് അല്ലല്ലോ, പർദ്ദയിട്ടടക്കുന്ന, ചുരിദാറിട്ടടക്കുന്ന, അല്ലെങ്കിൽ പ്രായമായ, ഇങ്ങനെ കോട്ട് ആൻഡ് കോട്ട് ചോദ്യങ്ങളിലേക്ക് കൊണ്ടുവരുന്ന പല ടൈപ്പ് ഓഫ് ആളുകൾ. ഈ ആളുകളൊന്നും വസ്ത്രം പ്രൊവോക്കേറ്റിംഗ് അല്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇവർക്ക് റേപ്പ് ഉണ്ടാകുന്നത് എന്നാണ് നിങ്ങളുടെ ചോദ്യം. മനസ്സിലാക്കണം, അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പെഡോഫീലിയ ക്ലിനിക്കലിനെ മനസ്സിലാക്കേണ്ട വേറൊരു ഡിസോർഡറാണ്. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് പോകാറുണ്ട്, നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട്, ഭയങ്കര വിയേർഡായിട്ടുള്ള ഒരുപാട് തലങ്ങൾ അതിനുണ്ട്. അത് വേർന്നൊരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ പ്രോബ്ലമാറ്റിക്കായിട്ട് മനസ്സിലാക്കേണ്ട, അതിന് വേറെ പ്രിക്കോഷൻ സ്വീകരിക്കേണ്ട, നമുക്ക് ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച പോലും ആകാവുന്ന വേറെ ഏരിയയാണ്. അതിനെപ്പറ്റിയല്ല ഇവിടെ ചർച്ച. ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, വസ്ത്രം ഇതേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഈ കാറ്റഗറിയിൽ വസ്ത്രം പ്രശ്നമല്ലാതെയും എങ്ങനെ ഇവരിലേക്ക് റേപ്പ് വരുന്നു. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത്, അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ ഭാഗമൊന്നും റിയാക്ട് ചെയ്യുന്ന ആളുകൾ കണ്ടിട്ടില്ല. എന്താണെന്നറിയില്ല, നിങ്ങൾ ചർച്ച പോലും മുഴുവൻ കാണുന്നതാണല്ലോ. പിന്നെ പെട്ടെന്ന് നമുക്ക് റിയാക്ട് ചെയ്യാനുള്ളത് 30 സെക്കൻഡ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് റിയാക്ട് ചെയ്യാനാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതാണ് ഓക്കെ. അപ്പോൾ അത് ചെയ്യാനുള്ളൊരു സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ട് ചെയ്തായിരിക്കാം. അവിടെ തന്നെ നമ്മൾ പറയുന്നുണ്ട്, ഇത്തരത്തിൽ ഒരുപാട് ആളുകളുടെ വസ്ത്രധാരണമാണ്, അല്ലെങ്കിൽ വിക്ടിമിൻ്റെ വസ്ത്രധാരണമാണ് റേപ്പിനും കാരണം നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. വിക്ടിമിൻ്റെ വസ്ത്രമല്ല, മറിച്ച് അവിടെ ഒരു മനുഷ്യൻ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആകുന്നു, പലതരത്തിൽ അയാളുടെ മുന്നിലേക്ക് ഒരുപാട് പാർട്ട്നേഴ്സ് വരുന്നു,
പാർട്ട്നേഴ്സ് വരിക എന്ന് പറഞ്ഞാൽ അയാളുടെ സ്വന്തം പാർട്ട്ണറല്ല, അയാൾ പാർട്ട്ണറായിട്ട് ഇമാജിൻ ചെയ്യുന്ന ആളുകൾ വരുന്നു, സെലിബ്രിറ്റികൾ വരുന്നു, സെക്ഷൽ എക്സ്പോസ് ചെയ്യുന്ന വസ്ത്രം ധരിക്കുന്ന ആളുകൾ വരുന്നു, ഒബ്ജക്റ്റിഫൈഡ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ വരുന്നു, എന്നിട്ട് ഒരുപാട് പാർട്ട്നേഴ്സിനെ അയാൾ ഇമാജിൻ ചെയ്യുന്നു. ഈ ഇമാജിൻ ചെയ്ത പാർട്ട്നേഴ്സിനെ അയാൾക്ക് അവൈലബിൾ അല്ലായിരിക്കുന്നു, കിട്ടാതിരിക്കുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞ തന്നെ അയാൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സെക്സിൽ അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാതിരിക്കുന്നു. ഇങ്ങനെ മെനി ഫാക്ടേഴ്സ് കൊണ്ട് ഇയാൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്നു. ഇയാൾ വിചാരിക്കുന്നൊരു കാര്യം ഡിസൈറബിൾ ആയിട്ടുള്ള സെക്സ്, അല്ലെങ്കിൽ ഇയാൾക്ക് പാർട്ട്ണറായിട്ട് അവൈലബിൾ ആണെന്ന് ആഗ്രഹമുള്ള ഒരാളുടെ സെക്സ്, അല്ലെങ്കിൽ ഇയാൾക്ക് ആസ്വാദ്യകരമായിട്ടുള്ള സെക്സ്, ഇതൊന്നും കിട്ടാതിരിക്കുന്നു. ഇത് അയാളുടെ സെക്ഷൽ ഫ്രസ്ട്രേഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. ഫ്രസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം കിട്ടാതിരിക്കുകയാണ്. ഈ ഫ്രസ്ട്രേഷൻ എന്ത് ചെയ്യുന്നു? ഇയാൾ അഗ്രസീവ് ബിഹേവിയർ കാണിക്കാനുള്ള കാരണമായിട്ട് മാറുന്നു. ഇയാൾ പിന്നെ എവിടെ ഇത് അഗ്രഷൻ കാണിക്കാം? ഇയാൾ എവിടെയും കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു ലോങ് പ്രക്രിയ കേട്ടോ. ഇയാളുടെ മനസ്സിൽ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഈ ഫ്രസ്ട്രേഷൻ തന്നെ കിടക്കുന്നുണ്ടാവും. ഈ ഫ്രസ്ട്രേഷൻ ഇയാൾ എവിടെയോ കൊണ്ടുപോയി തീർക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നതിനിടയിൽ ഇയാൾ ചിലപ്പോൾ ഈ അഗ്രഷൻ ഈ തരത്തിലേതെങ്കിലും കൂട്ടത്തിനിടയിൽ തീർത്തിട്ടുണ്ടാവും. പാർദ്ധയിട്ടൊരാൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു കുട്ടി പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു വൃദ്ധ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും എനി കൈൻഡ് ഓഫ് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് ആ സ്ത്രീയുടെ തന്നെ തെറ്റായിക്കൊള്ളുന്നില്ല. മനസ്സിലാക്കണം. അവിടെ നമ്മൾ ഫസ്റ്റ് പ്രൈമറിലി തെറ്റുകാരായിട്ട് സ്ത്രീകളെ അല്ലെങ്കിൽ ആ അവസ്ഥാനത്തെ പറ്റി പറയല്ല കേട്ടോ. അല്ലെങ്കിൽ അവിടെ മെയിൻ തെറ്റുകാരൻ, ഏറ്റവും വലിയ പ്രശ്നക്കാരൻ ആ പുരുഷൻ തന്നെയാണ്. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ നമുക്കിത് പറയാനുള്ള ഒരു ബാധ്യതയായിരിക്കുകയാണ്, ഇത് എപ്പോഴും പറയണം എന്നുള്ളതാണ്. ആ പുരുഷൻ ഒരു സ്ത്രീ മുന്നിൽ നെയ്ക്കഡായി വന്നാൽ പോലും ആ പുരുഷന് റേപ്പ് ചെയ്യാനോ ആക്രമിക്കാനുള്ള അധികാരമോ അവകാശമോ ഇല്ല. അയാൾ ചെയ്യുന്നത് പൂർണ്ണമായി തെറ്റാണ്, അയാൾക്ക് വലിയ ശിക്ഷ കൊടുക്കേണ്ടത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ വസ്ത്രമുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അവിടെ നമ്മൾ പറയുന്നത് ഈ വിക്ടിമിൻ്റെ വസ്ത്രം തന്നെ ആയിക്കൊള്ളണം എന്നില്ല എന്നുള്ളതാണ്. ഒരു പുരുഷനൊരു സ്ത്രീയെ പോയി റേപ്പ് ചെയ്യുന്നു, ആ റേപ്പ് ചെയ്യുന്ന സ്ത്രീയുടെ വസ്ത്രം പോലും ആയിരിക്കില്ല ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വൺ ഓഫ് ദി ഫാക്ടേഴ്സ്. മെയിൻ ഫാക്ടർ ഈ മനുഷ്യൻ്റെ തെറ്റ് തന്നെയാണ്. അതിലേക്ക് ഒരുപാട് വേറെ ഫാക്ടേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവാം. ആ ഫാക്ടേഴ്സിലും വസ്ത്രം എന്ന് പറയുന്ന ഒരു വിഷയത്തെ എടുത്തു കഴിഞ്ഞാൽ അത് ഈ വിക്ടിമിൻ്റെ വസ്ത്രം ആയിക്കൊള്ളുന്നില്ല. അത് അയാൾ മറ്റു പലയിടത്തും കണ്ട വസ്ത്രമായിരിക്കും. അത് കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ സൗന്ദര്യം ആയിക്കൊള്ളുന്നില്ല, വേറെ എവിടെയൊക്കെയോ കണ്ട സൗന്ദര്യമായിരിക്കും എന്നാണ് നമ്മളവിടെ പറഞ്ഞ ടോട്ടൽ ഫ്രെയിം എന്ന് മനസ്സിലാക്കണം. പെഡോഫിലിയെ പറ്റിയോ ചൈൽഡ് അബ്യൂസിനെ പറ്റിയോ കുട്ടികളുടെ വിഷയത്തെ പറ്റിയോ മാത്രമുള്ളൊരു ചർച്ചയല്ല എന്നുള്ളത് മറ്റേ മനസ്സിലാക്കണം. ഇതിൽ ഈ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഇതിനെപ്പറ്റി പറഞ്ഞു. ശരിക്കും അതൊരു ബ്രേക്ക് ത്രൂ റിപ്പോർട്ടായിരുന്നു. ഇറ്റ് വാസ് എ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്. ഈ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പല വിഷയങ്ങളും ടാസ്ക് ഫോഴ്സിനെ നിയമിക്കും. ഒരു ടീം ഓഫ് സൈക്കോളജിസ്റ്റ് വളരെ സോഷ്യലി പിന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത്രയും സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ പഠിക്കാൻ ഒരു ഗ്രൂപ്പ് ഓഫ് സൈക്കോളജിസ്റ്റ് പഠിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നതാണ് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ ടാസ്ക് ഫോഴ്സ്. 2005 സെക്ഷലൈസേഷൻ ഓഫ് ഗേൾസ് എന്ന വിഷയത്തിൽ ഒരു ടാസ്ക് ഫോഴ്സിനെ നിയമിച്ചിട്ട് 2 വർഷത്തിന് ശേഷം 2007 അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ റിപ്പോർട്ട് സത്യത്തിൽ പിന്നെ ഭയങ്കര ചർച്ചയായ ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ അതിനെതിരെ ഭയങ്കര വിമർശനങ്ങൾ വന്നു, അതിന് അനുകൂലമായ പഠനങ്ങൾ വന്നു, ഒരുപാട് ഇത് വന്നു. ആലോചിക്കുക, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഈസ് എ മോസ്റ്റ് ക്രെഡിബിൾ ബോഡി, മോസ്റ്റ് ക്രെഡിബിൾ ഏജൻസി ഇൻ ദ വേൾഡാണ് സൈക്കോളജിക്കൽ പഠനത്തിൽ. അതിൻ്റെ മേലെ ലോകത്തൊരു സൈക്കോളജിക്കൽ ഏജൻസി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിലെ ഒരു പിന്നെ പ്രധാനപ്പെട്ട സൈക്കോളജിസ്റ്റുകളാണ് ഈ പഠനം നടത്തുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നത് തന്നെ ദ മോസ്റ്റ് ഡൗൺലോഡഡ് ഡോക്യുമെൻറ്റ് ഫ്രം ദ വെബ്സൈറ്റ് എന്നാണ്. അത്രയും പിന്നെ ചർച്ചയായ ഒരു ഡോക്യുമെൻ്റാണത്. അപ്പോൾ അതിൽ എന്തുകൊണ്ട് ചർച്ചയായി? കാരണം ഇപ്പോൾ നമ്മൾ 24 വന്നപ്പോൾ തന്നെ നമുക്കറിയാലോ, സ്വാഭാവികമായിട്ടും കഴിഞ്ഞപ്പോൾ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പറഞ്ഞാൽ ലോകത്ത് ചർച്ചയാവും. കാരണം അതൊരു അത്രയും പിന്നെ ഒരു ചൂടുള്ള വിഷയമായതുകൊണ്ടായിരിക്കും. അതിൽ പറയണത് എന്താ വെച്ചാൽ നമ്മൾ സെക്ഷലൈസ്ഡ് സൊസൈറ്റി, അതായത് അതിലൊരുപാട് ഏരിയകൾ പറയുന്നുണ്ട്. പിന്നെ മ്യൂസിക്, ടെലിവിഷൻ, മൂവീസ്, മീഡിയ, ഗെയിംസ്, മാഗസിൻസിൻ്റെ ഇത് 50 വർഷത്തെ മാഗസിൻസിൻ്റെ ഒരു പഠനമുണ്ട്. അറൗണ്ട് 1952 മുതലായിട്ട് 2002 വരെയുള്ള 50 വർഷത്തെ മാഗസിൻസിൽ 2 മാഗസിൻ, വോഗ് ഒരു ഫാഷൻ മാഗസിനാണ്, ടൈം പിന്നെ കുറച്ചും കൂടി ഒരു പൊളിറ്റിക്കൽ ന്യൂസുള്ള മാഗസിൻസാണ്. ഈ 2 മാഗസിൻസിലെയും അഡ്വർടൈസ്മെൻറ്റിൽ എങ്ങനെയാണ് പെണ്ണിനെ പൊസിഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ പിന്നെ പ്രസൻറ്റ് ചെയ്യണത് എന്നുള്ളതിനെക്കുറിച്ച് നടന്ന പഠനങ്ങളുണ്ട്. അതുതന്നെ ഓരോ ഡിക്കേഡ് ആഫ്റ്റർ ഡിക്കേഡ് പെണ്ണിനെ കൂടുതൽ സെക്ഷലി എക്സ്പോസ് ചെയ്യണു എന്നീ പഠനങ്ങളിൽ പറയുകയാണ്. 50 വർഷത്തെ പഠനമാണ്. ഇങ്ങനെ ഒരുപാട് പഠനങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ APN റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഈ APN റിപ്പോർട്ടിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു സെക്ഷലൈസ്ഡ് കൾച്ചർ, ഈ മൂവീസിൽ, ടെലിവിഷനിൽ എല്ലാം ഉള്ള സെക്ഷലൈസ്ഡ് കൾച്ചർ വളർന്നു വരുന്ന കുട്ടികളെ
സെക്ഷലൈസ് ചെയ്യുന്നു, സെൽഫ് സെക്ഷലൈസ് ചെയ്യുന്നു. ഇറ്റ്സ് എ ഷോക്കിംഗ് റിപ്പോർട്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത്രയും ചർച്ചയാവും. അപ്പോൾ എന്നിട്ട് അതിൻ്റെ പ്രിവെൻഷൻ മെത്തേഡ് പറയുന്നുണ്ട്, ഇങ്ങനെ ഒക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ഇത് സെക്ഷൽ വയലൻസിലേക്ക് പോകാം, അതിന് കാരണമായേക്കാം, മെയിൽസിൻ്റെ സെക്ഷൽ ഹെൽത്തിനെ ബാധിക്കാം, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ, അതിൻ്റെ സോഷ്യൽ ഡാമേജുകൾ ഒരുപാട് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ റിപ്പോർട്ടിൽ വേറൊന്ന് വെച്ചാൽ പല മൂവീസിലാണെങ്കിലും പല മാഗസിൻസിലാണെങ്കിലും പെണ്ണിനെ എത്രത്തോളം എന്നറിയോ, അതിൽ ചില പഠനങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് പെണ്ണിനെ ഡെക്കറേറ്റീവ് ഐറ്റമായിട്ടാണ് വെക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഫ്ലവർ വൈസ് സമതം നോക്കി, ഈ ബാക്കിലെ ഫ്ലവർ വൈസ് എന്താ, ഇറ്റ്സ് എ ഡെക്കറേറ്റീവ് ഐറ്റം. ഈ ഒരു ഡെക്കറേറ്റീവ് ഐറ്റമായിട്ടാണ് പെണ്ണിനെ പല സ്ഥലങ്ങളിലും ഇവർ പ്രസൻറ്റ് ചെയ്യണത്. അറിയോ എന്തിനാണ്? ഈ കാറിൻ്റെ ലോഞ്ചിങ് ഉണ്ട് വേൾഡിൽ, ഭയങ്കര ഒരു ഇവൻ്റാണ്. ഈ പുതിയ ഈ BMW, ഓഡി, ബെൻസൊക്കെ പുതിയ കാർ ഇറക്കുന്ന സമയത്ത് അതിൻ്റെ ലോഞ്ച് എന്ന് പറഞ്ഞാൽ, ഏത് പ്രീമിയം കാറിൻ്റെ ലോഞ്ചിലും അതിൻ്റെ ഫ്രണ്ടിൽ വളരെ സെക്ഷലി ഡ്രസ്സുള്ള ഔട്ട്ഫിറ്റുള്ള ഒരു പെണ്ണുണ്ടാവും. അത് ആ പെണ്ണ് വേണമെന്നുള്ളതാണ്. ചിലപ്പോൾ ഇവർ ഹൈ ലെവൽ ഓഫ് സെലിബ്രിറ്റീസിനെ ഹയർ ചെയ്യും. ഇപ്പോൾ ഇന്ത്യയിൽ പല കാർസും ലോഞ്ച് ചെയ്യുന്നത് പ്രിയങ്ക ചോപ്രനെ പോലത്തെ ആളുകളാണ്. അപ്പോൾ ഇവരതിനെ ഹയർ ചെയ്യും. ഇവർ ആ ദിവസം ഇടേണ്ട ഡ്രസ്സ് ഇന്ത്യയിലെ ടോപ്പ് ഫാഷൻ ഡിസൈനർ ഡിസൈൻ ചെയ്തിട്ട് കൊണ്ടുവരുന്നത് ഇട്ടുന്നതാണ്. എന്തിനതിൻ്റെ കൂടെ ഒരു പെണ്ണിനെ വെക്കുന്നത്? ഇറ്റ്സ് എ മാർക്കറ്റിംഗ്. എന്തിന്? ആ പെണ്ണ് അവിടെ ഒരു ഒബ്ജക്റ്റീവാണ്. ഇറ്റ്സ് എ ഡെക്കറേറ്റീവ് ഐറ്റം. അതിനൊരു പേഴ്സണാലിറ്റി ഇല്ല. സ്ത്രീ എന്നുള്ള നിലക്കൊരു പേഴ്സണാലിറ്റി പോലും കൊടുക്കാതെ, അതാണ് നമ്മൾ പറഞ്ഞത്, പെണ്ണിനെ വാല്യൂ ചെയ്യേണ്ടത് അവളുടെ പേഴ്സണാലിറ്റിയിലാണ്. അല്ലെങ്കിൽ അത് ഡീഹ്യൂമനൈസ് ചെയ്ത ഒരു ഒബ്ജക്റ്റ് മാത്രമായി, ഒരു ഡെക്കറേറ്റീവ് ഐറ്റം മാത്രമായിട്ട് മാറുകയാണ്. ഒരിക്കൽ ഇതിൽ ചില പഠനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഹൈലി സെക്ഷലി ഈ ഒരു സെൻസേഷൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മളെ അമിഗ്ഡാല നന്നായി വർക്ക് ചെയ്യും. ഈ അമിഗ്ഡാല വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഹൈ ഇമോഷണൽ ഇൻറ്റൻസിറ്റി ഉള്ള സിറ്റുവേഷനിൽ നമ്മൾ ഈ ക്യൂസ് കംപ്ലീറ്റ് എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ഓർമ്മയിൽ ഓർത്ത് വെക്കും. നമ്മളെ ഹിപ്പോ ക്യാമ്പസാണ്, ഷോർട്ട് ടൈം മെമ്മറിയായിട്ട് ബന്ധപ്പെട്ട് അത് നന്നായിട്ട് വർക്ക് ചെയ്യും, നന്നായി ഓർത്ത് വെക്കും. ഇപ്പോൾ നമ്മളെ ഫസ്റ്റ് സെക്സ് ഒന്നും ആരും ജീവിതത്തിൽ മറക്കില്ല, കാരണം അത് ഹൈ ഇൻറ്റൻസീവ് ഇമോഷനിൽ നമ്മളെല്ലാം ഓർത്ത് വെക്കും. അപ്പോൾ ഇതേപോലെ ഒരു പുരുഷൻ ആ കാറ് കാണുമ്പോൾ അതിൻ്റെ അടുത്ത് ഒരു സെക്ഷലി അറ്റയറിലുള്ള ഒരു പെണ്ണിനെ കാണുമ്പോൾ ആ സിറ്റുവേഷൻ, ആ കാറും ഒക്കെ ആൾ ഓർത്ത് വെക്കണം. എല്ലാ ഹോർഡിങ്സിലും ഈ പെണ്ണിൻ്റെ സെക്ഷലി ഡ്രസ്സ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഫാഷനബിളായ ഡ്രസ്സിലൊരു പെണ്ണിനെ എല്ലാ ഹോർഡിങ്ങിലും പരസ്യത്തിലും പ്ലേസ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ ആ പരസ്യം അത്രയും മെമ്മറിയിൽ നിൽക്കാനാണ്. ആ പുരുഷൻ ഒരു സെക്ഷലി അറൗസലായിട്ട് ആ സാധനം അവിടെ മെമ്മറിയിൽ നിൽക്കാനാണ്. അത് മാർക്കറ്റിംഗ് തന്ത്രമാണ്. BMW 2007 അവർ ഈ യൂസ്ഡ് കാർ മാർക്കറ്റിലേക്ക് കടന്നു. അപ്പോൾ അവർ ഫസ്റ്റ് കിടക്കുകയാണ് BMW. അപ്പോൾ അവരുടെ യൂസ്ഡ് കാർ ഇറങ്ങുകയാണ്, അതായത് പ്രീ ഓൺഡ് വെഹിക്കിൾസ് BMW. അപ്പോൾ അതിൻ്റെ അവർ കൊടുത്തൊരു ആഡ് ഉണ്ട്, ഒരു പരസ്യം. ആ പരസ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പെണ്ണ്, BMW കാറൊന്നുമില്ല, ഒരു പെണ്ണ്, അതിൻ്റെ താഴെ BMW എംബ്ലമുണ്ട്. അപ്പോൾ ഈ പെണ്ണ് ഇങ്ങനെ നിന്നിട്ട് ഒരു പെണ്ണിൻ്റെ ഫോട്ടോ, ഭയങ്കര സെക്ഷലി സെഡ്യൂസിങ് ആയിട്ടുള്ള ഒരു ഗെയ്സ് അതിലുള്ളൊരു പെണ്ണ്. അതവിടെ എഴുതിയേക്കാണ്, യു നോ യു ആർ നോട്ട് ദ ഫസ്റ്റ് വൺ, ഡു യു റിയലി കെയർ? നിങ്ങൾക്കറിയാം നിങ്ങളല്ല ആദ്യത്തെ ആൾ എന്നുള്ളത്, പക്ഷെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുമല്ലോ. ഈ പെണ്ണ് സെക്ഷലി സെഡ്യൂസിങ് ആയിട്ടുള്ളൊരു ഗെയ്സോട് കൂടിയിട്ട്, എന്നിട്ട് അടിയിൽ BMW പ്രീ ഓൺഡ് കാർസ്. ഇത് ഡെക്കറേറ്റീവ് ആയിട്ട് അല്ലാതെ, ഇതൊരു ഒബ്ജക്റ്റ് അല്ലാതെ ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ്? ഇതിപ്പോൾ പല സ്ഥലങ്ങളിലുള്ള നോംസിൽ തന്നെ നമുക്കത് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും സ്ത്രീകളെ തന്നെ സജസ്റ്റ് ചെയ്യുന്ന, സ്ത്രീകളെ തന്നെ പ്രിഫർ ചെയ്യുന്ന പല ഏരിയകളുണ്ട്. ഇപ്പോൾ റിസപ്ഷനിസ്റ്റുകളായിട്ട് സ്ത്രീകളെ തന്നെ അതും സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡ്രസ് ഇട്ടിട്ട് ഒരാളെ വെൽക്കം ചെയ്യും. ഇതിനെ ഈ നവോമി വോൾഫ് അവരുടെ ദ ബ്യൂട്ടി മിത്ത് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, PBS, അവർ പറയുന്നത് PBS, പ്രൊഫഷണൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്. അഥവാ പെണ്ണിന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലിക്ക് പോകണമെങ്കിൽ ഷീ ഹാസ് ടു ബി സം പ്രൊഫഷണൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്, PBS. അപ്പോൾ അവളെ അത്തരം ജോലികളിൽ വെക്കുള്ളൂ. അത്തരം ജോലികൾ അവൾക്ക് ചില അറ്റയർസ് ഉണ്ട്. ഈവൺ പ്രൊഫഷണലിലുള്ള സ്യൂട്ട് ജോബുകളിലുള്ള മെയിൽ ഫീമെയിൽ അറ്റയർ നോക്കുക. പുരുഷന് ഈ 3 പീസ് സ്യൂട്ട് എന്ന് പറഞ്ഞ ഈ സ്യൂട്ട് ഇടും. അതേ സ്യൂട്ട് തന്നെ അതേ പൊസിഷനിൽ ഇരിക്കുന്ന പെണ്ണിടുമ്പോഴോ അത് അവൾക്ക് ലോക്കട്ടാണ്. അവൾ ഷോർട്ട് സ്കേർട്ട് ഇടണം, അവൾ അത്യാവശ്യം അത് കാണിക്കണം, അതിന് ടൈറ്റ് ആവണം, ഷേപ്പ് കാണണം. ഇത്
പെണ്ണിൻ്റെ മേലെ ആരാണ് ഈ പ്രൊഫഷണൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് കൊണ്ടുവന്ന് വെക്കുന്നത്? ഇത് ഞാൻ ചോദിക്കണമല്ല, നവോമി വോൾഫ് ചോദിക്കുന്നതാണ്. ആരാണിത് കൊണ്ടുവെക്കുന്നത്? അത് പല പല സ്ഥലങ്ങളിലും അവർ അങ്ങനെ തന്നെ ധരിച്ചു കൊള്ളണമെന്ന എന്താ പറയുക ധാർഷ്ട്യം ഇപ്പോൾ ആ ധാർഷ്ട്യം ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ ട്രെൻഡിൻ്റെ പേരിലും അല്ലെങ്കിൽ എംപവർമെൻ്റ് പേരിലുമാണ് എന്നതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതിപ്പോൾ ഇവിടെ മാത്രമല്ല, നമ്മൾ വേറെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു സ്പോർട്സ് വിയേഴ്സിൻ്റെ വിഷയത്തിൽ. അങ്ങനെ ഒരു സെയിം 2 സ്പോർട്സ്, അത് സെയിം സ്പോർട്സാണ്, മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും കാറ്റഗറി എടുത്ത് നോക്കിയാൽ മെയിലിന് വയറ് കാണിക്കാതെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എങ്ങനെ സ്ത്രീകൾക്ക് വയറ് കാണിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുക? അവിടെ സ്ത്രീകളുടെ ഡ്രസ് കോഡിൽ എങ്ങനെ വയറ് പുറത്തേക്ക് നിർബന്ധമായിട്ട് വരുന്നു? അല്ലെങ്കിൽ ഷോർട്സ് പുരുഷന് മുട്ട് വരെ കവർ ചെയ്യുന്ന ഷോർട്സ് ഇടാൻ പറ്റുമ്പോൾ സ്ത്രീക്ക് അത്ര കവർ ചെയ്യാൻ പറ്റും. ഇവർ പറയും ഫംഗ്ഷനാലിറ്റിയാണ്. എങ്ങനെ അപ്പോൾ പുരുഷൻ ഈ ഫംഗ്ഷനാലിറ്റി ഇല്ലേ? വേറെ എല്ലാ വിഷയങ്ങളും പുരുഷനും സ്ത്രീ ഒരേപോലെ ഉണ്ടോ? അവിടെ പറയും ഇവിടെ മാത്രം ന്യൂട്രാലിറ്റി വേണ്ട, ഇവിടെ ന്യൂട്രാലിറ്റി വേണ്ട. അവിടെ പുരുഷന് ചെയ്യാൻ പറ്റുന്ന കാര്യം സ്ത്രീക്ക് ചെയ്യാൻ പറ്റൂലേ? ഇവിടെ പുരുഷന് വയറ് കാണിക്കാതെ ചെയ്യാൻ പറ്റുന്ന കാര്യം സ്ത്രീക്ക് വയറ് കാണിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് റണ്ണിങ് ഷൂട്ട് മാത്രം എടുക്കാം. ഇപ്പോൾ ഉസൈൻ ബോൾട്ടിൻ്റെ ഡ്രസ്സും അതേപോലെ തന്നെ ഏതെങ്കിലും നിങ്ങൾ സ്ത്രീകളുടെ റണ്ണിങ് എടുത്തു കഴിഞ്ഞാൽ ഉസൈൻ ബോൾട്ടിന് എന്തുകൊണ്ട് മിഡ്രിഫ് കാണിക്കേണ്ടി വരുന്നില്ല? അപ്പോൾ ഉസൈൻ ബോൾട്ടിന് ഫംഗ്ഷനാലിറ്റി വേണ്ടേ? മനസ്സിലാവില്ല എത്രത്തോളമാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇത് ആലോചിക്കാൻ പോലുള്ളൊരു ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫെമിനിസ്റ്റ് പറ്റിയല്ല, ഈ ഒരു ഏരിയയെ പറ്റി സംസാരിക്കുന്ന വളരെ ഹൈ സ്റ്റാൻഡേർഡിലുള്ള ഒരു വേദിയിലുള്ള 2 സ്പീക്കേഴ്സ് എടുക്കാം. ഒരു സൈഡിൽ ഒരു പുരുഷനാണ്, ഒരു സൈഡിൽ സ്ത്രീ വിചാരിച്ചോ. ഇവിടെ സ്ത്രീ ഇതിനെപ്പറ്റി വളരെ വാചാരമായി സംസാരിക്കുന്ന സമയത്ത് അവളുടെ ഓപ്പോസിറ്റ് സംസാരിക്കുന്ന പുരുഷൻ എന്ന് പറഞ്ഞാൽ അയാളുടെ ശരീരത്തിലെ മുഖവും മുൻകൈയും മുടിയും അല്ലാത്ത ബാക്കി എല്ലാ ഭാഗവും മറിച്ചിട്ടുണ്ടാവും. ഫുൾ ഷൂട്ട് ഉണ്ടാവും, സോക്സ് ഇട്ടുണ്ടാവും, ഇതുവരെ ഫുൾ കൈ ഷൂട്ട് ഇട്ടുണ്ടാവും. ഇതെല്ലാം കവർ ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ടാവുക. അറ്റ് ദി സെയിം ടൈം അവൾ ആൻഡ് ഓൾസോ ലൂസ് വിയർ ആയിരിക്കും, ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള വിയേഴ്സ് ആയിരിക്കില്ല പുരുഷൻ ഇട്ടുണ്ടാവുക. സ്ത്രീകൾ ടൈറ്റ് ആയിട്ടുള്ളതായിരിക്കും, എന്തൊക്കെയോ ഭാഗം എക്സ്പോസ് ചെയ്തിട്ടുണ്ടാവും. ആ ഫാഷൻ ഡിസൈനർ എന്തൊക്കെ എക്സ്പോസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതൊക്കെ ആ ഡിസൈനിലൂടെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് അവളുടെ മുഖത്ത് ബ്ലഷ് ഉപയോഗിച്ചിട്ടുണ്ടാവും, സ്കിന്ന് ഗ്ലോ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും, ലിപ്പ് പ്രത്യേകം, മുടി പ്രത്യേകം. പുരുഷന് ഈ പ്രഷർ ഒന്നുമില്ല. നിങ്ങളെ അവർ ഡെക്കറേറ്റ് ചെയ്ത് മാക്സിമം പുരുഷന് വെറുതെ ഇരുന്നാൽ പോലും, നിങ്ങൾ സെലിബ്രിറ്റി ആയിക്കോട്ടെ, നിങ്ങൾക്ക് എത്ര സ്റ്റാറ്റസ് ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് എത്ര കാശ് ഉണ്ടായിക്കോട്ടെ, വെറുതെ നിങ്ങൾ മുന്നിലിരുന്നാൽ പോലും അവൻ അതിലൂടെ ആസ്വദിക്കാൻ വേണ്ട ഒരു മെറ്റീരിയലിനെ അവൻ ഈ ട്രെൻഡിലൂടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. ആൻഡ് നിങ്ങളെ കൊണ്ട് അവൻ പറയിപ്പിക്കുകയും ചെയ്യുന്നു ദിസ് ഈസ് മൈ എംപവർമെൻറ്റ് എന്നുള്ളത്. അവിടെ മനസ്സിലാക്കണ്ടേ, ചിന്തിക്കണ്ടേ. സിംപിളി ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ടൈപ്പ് ഓഫ് ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ നിങ്ങൾ പോയി പഠിച്ച അന്വേഷണങ്ങളാണെന്നല്ല, അതിനെപ്പറ്റി ആളുകൾ പറയുമ്പോൾ ആ പറച്ചിനെ ജസ്റ്റ് ഒന്ന് ബഹുമാനിക്കാൻ, റെസ്പെക്റ്റ് ചെയ്യാൻ, അതിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതിനെങ്കിലും തയ്യാറാവേണ്ടത് എന്നുള്ളതാണ്. അവർ ഈ അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ്റെ പഠനത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ കുറേ പേര് ഇതൊക്കെ നോക്കിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമാണ് ഈ റിപ്പോർട്ടുകളൊക്കെ കുറേ പേര് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചില കമൻസിൽ കണ്ടേ അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ്റെ റിപ്പോർട്ട് വ്യാപകമായി വിമർശിക്കപ്പെട്ടാണ്. അതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ, അതിനെ ഫുള്ള് ക്രിട്ടിക്ക് ചെയ്തതാണ്. അതിനെതിരെ പിന്നെ ക്രിട്ടിക്കലായിട്ടുള്ള പേപ്പേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ 2009 വന്നിട്ടുണ്ട്, അതിന് ശേഷം 1-2 വന്നിട്ടുണ്ട്. പക്ഷേ ആ പിന്നെ ടീമിലുണ്ടായിരുന്ന സൈക്കോളജിസ്റ്റുകൾ ഷാരോൺ ലാംബ് അവർ 2019 ഒരു പേപ്പർ പുറത്തിറക്കിയിട്ടുണ്ട്. സെക്ഷലൈസേഷൻ ഓഫ് ഗേൾസ് അഡ്രസ്സിങ് ക്രിറ്റിസിസം ഓഫ് ദ APA റിപ്പോർട്ട്. APA മീൻസ് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പ്രസൻറ്റിങ് ന്യൂ എവിഡൻസ്. 2007 ശേഷമുള്ള എവിഡൻസ് വെച്ചുകൊണ്ട് ഇതിന് പറഞ്ഞ ക്രിറ്റിസിസത്തിനെ അഡ്രസ്സ് ചെയ്യുന്നൊരു പേപ്പർ ഷാരോൺ ലാംബ് 2019 പുറത്തിറക്കിയിട്ടുണ്ട്. സെയ്ജ് ഓപ്പൺ പുറത്തിറക്കിയതാണ്. ടോപ്പ് ടയർ ജേണലാണ്, നല്ല ഇമ്പാക്ട് ഫാക്ടർ ഉണ്ട്, ഡബിൾ അനോണമിസ് പിയർ റിവ്യൂഡ് പേപ്പറാണ്. അതുകൊണ്ട് ഇനി അതിലാർക്കും സംശയം വേണ്ട, വേണമെങ്കിൽ വായിച്ചു നോക്കാം. ക്രെഡിബിലിറ്റി പറ്റിയ സംശയം വേണ്ട. ഓക്കെ, ഇനി അങ്ങനെ ആർക്കെങ്കിലും ഇത് വളരെ സിമ്പിളായി പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന, കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഇപ്പോൾ അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ ഉണ്ട്, ഇവർക്ക് ഫേക്ക് സൈക്കോളജി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അല്ല, അതും പറയും, നിങ്ങൾക്ക് മനസ്സിലായി, അത് കേരളത്തിലെ ഓഡിയൻസ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്തരം വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ചാനൽ സന്ദർശിക്കുക, കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെ ചാനലിലൂടെ പഠിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത്തരം വിഷയങ്ങൾ കൂടുതൽ വായിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്, മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു ബയാസ് വെച്ചുകൊണ്ട് അങ്ങനെ മാത്രമേ ലോകം സംഭവിക്കാൻ പാടുള്ളൂ, അങ്ങനത്തെ ചർച്ചകൾ മാത്രം സംഭവിക്കാൻ പാടുള്ളൂ, അതല്ലാത്തൊരു വിഷയങ്ങളും ചർച്ചകൾ ഞങ്ങൾ എന്താ പറയുക അവിടെ സമ്മതിക്കില്ല, ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കാതെ കുറച്ചുകൂടി വിശാലമായിട്ടുള്ള പഠനങ്ങളിലേക്ക് പോയി പലരും വെച്ച അൽഗോരിതം, പലരും ഉണ്ടാക്കിയ ട്രെൻഡുകൾ, പലരും ഉണ്ടാക്കിയ നറേറ്റീവുകൾ അതുമാത്രമാണ് ശരി, ഞാനത് ചെറുപ്പത്തിൽ കേട്ടു അതുകൊണ്ടത് മാത്രമാണ് ശരി എന്ന് കാലാകാലം വിചാരിച്ച് വിശ്വസിച്ചിരിക്കുന്നയാളാണ് ഞാൻ എന്ന്, അങ്ങനെ ആവാൻ പോകുന്ന ആളാണ് ഞാനെന്ന് സ്വയം തീരുമാനമെടുക്കാതെ വിശാലമായ പഠനങ്ങളിലേക്ക് പോവുക. അതിന് ഈ ചാനലിലും ഇതിൻ്റെ കണ്ടന്റുകൾ ഉപകരിച്ചേക്കാം, ഉപകരിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ കാണാം, മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.